കഴിഞ്ഞ ദിവസം പുണ്യനഗരം എന്നറിയപ്പെടുന്ന ജെറുസലേമിൽ ഭീകരാക്രമണം നടന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. 6 പേരാണ് വെടിയേറ്റ് മരിച്ചത്. അക്രമികളെ ഇസ്രായേൽ സൈന്യം വധിച്ചു എങ്കിലും ഒരിടവേളയ്ക്ക് ശേഷമുണ്ടായ ഈ ആക്രമണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഹമാസ് ഏതാണ്ട് നിലംപരിശായി എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ സംഭവിക്കുകയാണ്. ഇതിന് കാരണം എന്താണ്? ദ ഹോൾ ഓഫ് വെസ്റ്റ് ഏഷ്യ ഈസ് എ കില്ലിംഗ് ഫീൽഡ്. എന്ത് സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു മരണത്തിന്റെ ഫീൽഡായിട്ട് മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന തരത്തിൽ സമാധാനമെന്ന് പറയുന്നതേ ഇല്ലാത്ത ശാന്തിദൂതനായ യേശുക്രിസ്തു യെരുശലേമിലെ യേശുനാഥ എന്നാണ് പറയുന്നത്. സമാധാനത്തിൻ്റെ പാട്ടുമായി നടന്ന ആ പ്രദേശങ്ങളിലാകമാനം ഇപ്പോൾ തമസിൻ്റെ ശക്തികൾ കൂടാരങ്ങൾ കെട്ടിയിരിക്കുകയാണ്. അവിടെ മരണങ്ങൾ, മനുഷ്യൻ്റെ മരണങ്ങൾ, അവർ പാലസ്തീനികളായിക്കോട്ടെ, ജൂതന്മാരായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പ്രദേശം മുഴുവൻ ഇപ്പോൾ നിരന്തരമായ നരഹത്യയുടെ കില്ലിംഗ് ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ട്രംപ് വന്നപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇവിടെ ഗാസയിൽ ഒരു സർവ രാജ്യക്കാർക്കും സർവ്വരാജ്യ നഗരമാക്കി മാറ്റും എന്നുള്ളതാണ്. സമാധാനം വരുമെന്ന്. അത് നടന്നില്ലെന്ന് മാത്രമല്ല, ടേക്കിംഗ് എ ടേൺ ഫോർ ദ വേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരവും മോശവുമായിട്ട് വരികയാണ്. യെരുശലേമിലെ പള്ളി എന്ന് പറയുന്നത് ഏറെക്കാലം അത് സ്വന്തമായിട്ട് പലസ്തീനികൾ കൈവച്ചിരുന്ന പ്രദേശമാണ്, അവരുടേതാക്കി വെച്ചിരുന്ന പ്രദേശമാണ്. അമേരിക്കയുടെ സഹായത്തോടുകൂടി, അമേരിക്ക തന്നെയാണ് വാസ്തവത്തിൽ യെരുശലേം പള്ളിയെ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചതും അത് അവരുടെ ഭാഗത്തേക്ക് മാറ്റിയത്. അവിടെയാണ് ഇസ്രായേലിലെങ്ങും യാതൊരു വിധത്തിലുള്ള പ്രത്യാഘാതവും ആക്രമണവും പിന്നെ ആകാശത്തിൽ കൂടെ ചില അറ്റാക്ക് അല്ലാതെ മറ്റൊന്നും ഇതുവരെ ചെയ്യാൻ ഈ എതിർപക്ഷത്തിനെന്ന് പറയുന്ന ഹമാസ് പക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. ഹെസ്ബുള്ളയ്ക്കും കഴിഞ്ഞിരുന്നില്ല, ഹൂതി വിമതർക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ മാറ്റിമറിച്ചുകൊണ്ട് യെരുശലേമിലെ പള്ളി, യെരുശലേം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ജെറുസലേം എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നു, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ച് കടന്ന ഹമാസ് ഭീകരവാദികൾ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസ് സംഘം, സൈനികരാകട്ടെ ഭീകരരാകട്ടെ, 6 പേരെ അവിടെ കൊന്നു. 6 പേരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജൂത സൈനികരോ ജൂതഭക്തരോ, പള്ളിയാണല്ലോ അത്. തീർച്ചയായിട്ടും ഇബ്രാഹിമിക് മതങ്ങൾക്കെല്ലാം ആരാധന നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ 6 പേരെ അവിടെ കൊന്നിട്ടിരിക്കുകയാണ്. കൊന്നിട്ടതിന് ശേഷം ഈ ഭീകരവാദികൾ ഗ്രാമങ്ങളിലേക്ക് കാശ്മീരിൽ എന്ന പോലെ പലായനം ചെയ്തു. ആ ഗ്രാമങ്ങളെയെല്ലാം ഇപ്പോൾ ഇസ്രായേൽ സേന വളഞ്ഞിരിക്കുക. അവരെ നശിപ്പിക്കുമെന്നുള്ള ഉറപ്പാണ്. അവർക്ക് അതിനുള്ള ഇൻ്റലിജൻസ് ഉണ്ട്, മെഷീനറി ഉണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗർഭിണികൾ മരിക്കുന്നു, രോഗിണികൾ മരിക്കുന്നു, അതുപോലെ കുട്ടികൾ മരിക്കുന്നു, പട്ടിണി കിടന്ന ആളുകൾ ചാവുന്നു, എല്ലും കോലുമാവുന്നു സൊമാലിയയിലെ പോലെ എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഈ ഗാസയിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്. ഇസ്രായേലിന് ഇതുവരെ തകർക്കാൻ കഴിയാത്ത ഒന്ന് എന്താണെന്നറിയാം? തോക്കുണ്ടാക്കുന്ന ഫാക്ടറികൾ. ഇതിപ്പോൾ കലാഷ്നിക്കോവ് തോക്കുകൊണ്ടോ AK-47 തോക്കുകൊണ്ടോ അല്ല ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അത് പിടിച്ചെടുത്തു ഇസ്രായേൽ സേന. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാൾ ഗുസ്താവ് സബ് മെഷീൻ ഗൺ. ആവർത്തിക്കാം, കാൾ ഗുസ്താവ് സബ് മെഷീൻ ഗൺ. അതുപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. അതിൻ്റെ ഉണ്ടകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെന്താണെന്നറിയാമോ? അവിടെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ മരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് വ്യവസായ സ്ഥാപനങ്ങൾ പോലെ തോക്കുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഗാസയിൽ. അതെ, ബ്രെഡ് ഉണ്ടാക്കുന്ന ഫാക്ടറികളില്ല. അത് ഐക്യരാഷ്ട്രസഭയും മറ്റു രാജ്യങ്ങളും റെഡ് ക്രോസ് ഒക്കെ കൊടുക്കണം. ഭക്ഷണ വിതരണം അവരുടെ ജോലിയാണ്. തോക്കുകൊണ്ട് ഞങ്ങൾ തോക്കുകൾ ഉണ്ടാക്കും. തോക്ക് വായിക്കകത്ത് വയ്ക്കാൻ കൊള്ളാമോ? വല്ലവൻ്റെ ശത്രുവിൻ്റെ വായിക്കകത്ത് വെക്കാനേ കൊള്ളാവോ അത്, അല്ലേ? വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്, കണ്ടനാളത്തിലേക്ക് തോക്ക് ഉണ്ടകൾ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് തോക്കുകൾ. അപ്പോൾ ഒരു ഐഡിയോളജി ഉണ്ടാക്കുന്ന ഒരു ഐഡിയോളജിക്കൽ വാറാണ്. കാരണം ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകും, ശത്രുവിനെ കൊന്നാലും ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. ഈ പാഠം അവരെ പഠിപ്പിച്ച്
ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ മദ്രസകളിലെന്ന പോലെ. അവിടെയാണ് അതിൻ്റെ ഒരു എന്നിട്ട് എല്ലാവരും നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, അവരെ കൊന്ന് ഇവരെ കൊന്നെന്ന്. എന്തുകൊണ്ട് ഇവരുടെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം ഹമാസിന്റെ സൈനികർ ഏറ്റെടുക്കുന്നില്ല? പ്രസക്തമായ ചോദ്യം ഇതാണ്. നിങ്ങൾ എൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണല്ലോ ഒക്ടോബർ 7 അധിനിവേശവും ബന്ദികളാക്കലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും അവരുടെ ആൾക്കാർ കൊന്നുകൊണ്ടിരിക്കുമ്പോഴും കൊല്ലാൻ വേണ്ടിയുള്ള തോക്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അവരെ എങ്ങനെ അഭയാർത്ഥികൾ എന്ന് പറയാൻ പറ്റും? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷ. ഇരകളാണെന്നാണ് നമ്മുടെ ഇരവാദം നടത്തുന്നവർ തന്നെ തോക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ്. ലോകം മനസ്സിലാക്കുന്നത് അതിൻ്റെ യഥാർത്ഥ സ്ഥിതിഗതികളല്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു സത്യം. ഇരവാദമെന്ന് പറയുന്ന ഒരു കമൗഫ്ലാഷാണ്. മേലെ മൂടി ധരിച്ചിരിക്കുന്ന ഒരു മൂടുപടമാണ്. ആ മൂടുപടമാണ് ഇപ്പോൾ ഈ തോക്കുകളുടെ നിർമ്മാണം അവിടെ സജീവതയോടെ നിലനിൽക്കുന്നു എന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇത് അഡ്രസ് ചെയ്യണം, ലോകം ഇതിനെ അഡ്രസ് ചെയ്യണം, അല്ലാതെ രക്ഷയില്ല. ഇരവാദം നടന്ന ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് പുറത്തുവിടുന്ന പ്രസ്താവനകളാണ് വാർത്തകളായിട്ട്. അൽ ജസീറ മുതൽ ന്യൂയോർക്ക് ടൈംസ് വരെ അവർക്കതാണ് വാർത്തകൾ. ലോക തലസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെല്ലാം ഗാസയിലെ പലസ്തീനികൾക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടിയല്ല. ഈ തോക്ക് ഉന്നം വെച്ചിരിക്കുന്ന ഇസ്രായേലിലെ അക്രമകാരികളല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെയാണ്. അവരിരകളായിട്ട് ഒരു ഇരവാദവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾക്കിരയായിട്ടുള്ള ഒരു ജനസമൂഹത്തിന് നേരെയാണ് ഇപ്പോഴും ശത്രു മനോഭാവത്തോടു കൂടി ലോകവും മാധ്യമങ്ങളും പെരുമാറുന്നത് എന്നുള്ളത് മറന്നുകൂടാ. എല്ലാം ഇബ്രാഹിമിക് ബ്രദേഴ്സാണ്. ക്രിസ്തുമതം, ജൂതമതം, ഇസ്ലാം മതം. ഈ ഇസ്ലാമിക് ബ്രദേഴ്സ് തമ്മിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തോക്കുണ്ടാക്കുന്നവരും ആ തോക്കിനെ നേരിടുന്നവരും തമ്മിലുള്ള യുദ്ധമാണെന്നുള്ളൊരു ആഖ്യാനം എന്തുകൊണ്ട് വരുന്നില്ലെന്നുള്ളത് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എങ്ങനെയെങ്കിലും ഈ വലതുപക്ഷം തകർന്നാൽ മതി എന്നുള്ള ഇടതുപക്ഷവും ചേർന്നുകൊണ്ടുള്ള വമ്പിച്ച ആഗോളതലത്തിലൊരു ഗൂഢാലോചന. അതിൻ്റെ ഭാഗമായിട്ടാണ് സർവകലാശാലകളിൽ നിന്ന് വലതുപക്ഷ ചിന്താഗതിക്കെതിരെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ചേർന്ന കോക്കസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമല്ല അവരുടെ വിഷയം വലതുപക്ഷമോ ഇടതുപക്ഷമോ, നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം വളരെ വൈരുദ്ധ്യമായിട്ട് തോന്നാം. കോർ ഇസ്ലാമിക് പക്ഷത്തിൻ്റെ കൂടെയാണ് കോർ മാർക്സിസ്റ്റ് പക്ഷവും എന്നുള്ളതാണ്. രണ്ടും ഐഡിയോളജികളാൽ പരസ്പരം ദക്ഷിണ ധ്രുവവും അതുപോലെ തന്നെ ഉത്തര ധ്രുവവും ഒന്നുപോലെ കഴിയുന്ന എന്നതുപോലെ വ്യത്യസ്തപ്പെട്ട ആ കോർ ഐഡിയോളജികൾ വലതുപക്ഷം റൈറ്റ് ഓഫ് സെൻറ്റർ ആറ്റിറ്റ്യൂഡുള്ള കക്ഷികൾക്കെതിരെ തിരിയുന്നതിൻ്റെ ഒരു തിയേറ്ററാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലബോറട്ടറിയാണ് പലസ്തീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് എന്തു വില കൊടുത്തും ഞങ്ങൾ ഇസ്രായേലിനെ ഈ ഭീകരവാദികളുടെ തോക്കിൻ മുനകളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് തന്നെയാണ്. ഉറച്ച മനസ്സോടുകൂടി പോയിരിക്കുകയാണ്. അമേരിക്ക നിസ്സഹായമായിട്ട് ജെറുസലേം അവർക്ക് വേണ്ടി മോചിപ്പിച്ചു കൊടുത്ത അമേരിക്ക ഇപ്പം നിസ്സഹായമായിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് രണ്ട് യുദ്ധങ്ങളും കൊഴുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു ആഗോള ജിയോ പൊളിറ്റിക്സിൻ്റെ മധ്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ഈ നമ്മൾ വെസ്റ്റ് ബാങ്കിൽ കുഴപ്പമില്ല. വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, അതിൻ്റെ PLO ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ഈ ഹമാസ് ഉള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ കുഴപ്പങ്ങൾ തരംഗങ്ങളായിട്ടിപ്പോഴും ജനങ്ങളെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് ഹമാസ് നടത്തുന്ന നീചവും നികൃഷ്ടമായിട്ടുള്ള ആ പ്രവൃത്തിയാണ് ഇതിൻ്റെ അടിവേര്, കാരണഭൂതം. അതിനെ ആരും അഡ്രസ് ചെയ്യുന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം.